പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. ഇന്നലെ രാത്രി എത്തിയ കൂട്ടം തോട്ടം മേഖലയിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും 8-ലധികം വരുന്ന കാട്ടാനക്കൂട്ടം എല്ലാ ദിവസവും രാത്രി ജനവാസ മേഖലയിൽ എത്തുന്നുവെന്ന് പ്രദേശവാസികൾ. വിവരങ്ങളുമായി MS ലിഷോ ചേർന്നു. ലിഷോ, ഈ കാട്ടാനക്കൂട്ടം ഇപ്പോഴും അവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ഇതിനെ വനത്തിലേക്ക് തുരത്താനുള്ള എന്തെങ്കിലും നടപടികളൊക്കെ നടക്കുന്നുണ്ടോ? അതായത് പാലപ്പള്ളി മേഖലയിൽ സ്ഥിരമായി ആനകളുടെ സാന്നിധ്യമുണ്ട്. തോട്ടം മേഖലയിലാണ് ഈ ആനകൾ സ്ഥിരമായി എത്താറുള്ളത്. പകൽ സമയങ്ങളിൽ ഇവർ തോട്ടം മേഖലയിൽ നിന്ന് കാട് കയറുകയും അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണിയാവുമ്പോൾ വീണ്ടും കാട്ടിൽ നിന്നിറങ്ങി ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്തുകയുമാണ് പതിവ്. ഇന്നലെ രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം ഇതുവരേക്കും മടങ്ങിപ്പോയിട്ടില്ല. ഒരു 8 ആനകൾ അടങ്ങുന്ന സംഘം ഇപ്പോഴും തോട്ടം മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വനപാലകരും ഈ ആനകളെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഈ വനപാലകരടങ്ങുന്ന സംഘം അവിടെ എത്തി ആനകളെ തോട്ടം മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. കുഞ്ഞു ആനകൾ, അതായത് തീരെ ചെറിയ ആനകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ 40 ആനകൾ അടങ്ങുന്ന ഒരു സംഘം വരെ ഒരു സമയത്ത് ഇവിടെ തമ്പടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കൂട്ടം നിലവിൽ കാട്ടിലാണ് ഉള്ളത്. ഒരാഴ്ചയായി ഈ 8 ആനകൾ അടങ്ങുന്ന സംഘം ഈ മേഖലയിൽ, പിള്ളത്തോട് മേഖലയിലെല്ലാം തന്നെ സ്ഥിരമായി ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശരി ലിഷോയ്.